എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് പ്രീതി. ഞാൻ കാഞ്ഞൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരുന്നപ്പോൾ 5-ാം മാസത്തിൽ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ലങ്സിൽ 3 മുഴയുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ ആലുവയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് അവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എന്നെ വിട്ടു. ഞാൻ അവിടെ ചെന്നപ്പം അവർ 4D സ്കാൻ ചെയ്യാനായിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ 3 മുഴയുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം വലുതും 3 ചെറുതുമായിരുന്നു. അതിൽ ഫ്ലൂയിഡ് കെട്ടിയിട്ട് ലങ്സിന് വലിപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്നിട്ട് ഹാർട്ടിൽ തട്ടിയിട്ട് ഹാർട്ട് ഒരു സൈഡിലേക്ക് നീങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപകടമാണ്, ഇതിനി കുഞ്ഞിനെ കിട്ടുമെന്ന് തന്നെ നമുക്ക് സംശയമാണ്, അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എഴുതി വാങ്ങിച്ചുകൊണ്ട് വീണ്ടും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വന്നു. അവിടെ വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പം അബോർഷന് തന്നെ എഴുതി അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് എന്നെ ലേബർ റൂമിലേക്ക് കയറ്റാനായിട്ട് ഡോക്ടർ പറഞ്ഞു. ലേബർ റൂമിലേക്ക് കയറ്റുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഷുഗർ ഉള്ളതിനെ കൊണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് കുഞ്ഞിൻ്റെ തൂക്കം നോക്കിയിട്ട് ഉള്ളിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ 600 ഗ്രാമിന് കൂടുതലായിരുന്നു. 600 ഗ്രാമിന് കൂടുതലാണെങ്കിൽ നോർമലായിട്ട് അബോർഷൻ നടക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ പറ്റൂല, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നു. അവിടെ കയറി ഗൈനക്കിനെ കാണിച്ചപ്പോഴത്തേക്കിന് അവർ പറഞ്ഞു, പീഡിയാട്രിക് സർജൻ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കിത് എടുക്കാൻ പറ്റുള്ളൂ, കാരണം സർജറിയോ കാര്യങ്ങളോ എന്താണെന്ന് അവരാണ് പറയേണ്ടത്, നിങ്ങൾ സർജനെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് സർജൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവരന്ന് ലീവാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന്, അപ്പോൾ അവൻ്റെ അമ്മ ഇവിടെ വരുന്ന ഒരാളാണ്, ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനും അമ്മയും കൂടെ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്. അച്ഛൻ എന്നോട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല, നീ മുന്നോട്ട് പൊക്കോ, നീ നിൻ്റെ കുഞ്ഞുമായിട്ട് തന്നെ ഇവിടെ വരും, നീ മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് എന്നും രാവിലെ ഞാൻ എണ്ണയും തൂത്ത് ഉപ്പും കഴിക്കുമായിരുന്നു. അത് അങ്ങനെ മുന്നോട്ട് പോയി. എല്ലാ തിങ്കളാഴ്ചയും കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് കാണിക്കും. അപ്പോഴൊക്കെ ഫ്ലൂയിഡ് സൈഡിൽ കെട്ടിയിട്ടുണ്ട്, പക്ഷേ ഇൻഫെക്ഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ലേബർ ഡേറ്റ് എടുത്ത് എന്നെ അഡ്മിറ്റ് ചെയ്തു. ലേബർ റൂമിലേക്ക് കയറ്റി തൊട്ട് സൈഡിൽ ഇവന് വെൻറ്റിലേറ്റർ വേണ്ടിയിട്ട് ആവശ്യം വരുമെന്ന് പറഞ്ഞ് വെൻറ്റിലേറ്റർ റെഡിയാക്കുമായിരുന്നു. സിസേറിയൻ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വെൻറ്റിലേറ്ററൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ലേബർ റൂമിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് കാശ് രൂപ എൻ്റെ മുടിയിൽ ആരും കാണാതെ ഞാൻ കെട്ടി വെച്ചു. അങ്ങനെയൊന്നും അതിനകത്തോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുടിക്കുള്ളിൽ കെട്ടി അത് വെച്ചിട്ടുണ്ടായിരുന്നു. സിസേറിയൻ ചെയ്തെടുത്ത സമയത്ത് എൻ്റെ കുഞ്ഞ് കരഞ്ഞ്, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം 2 ദിവസം ICUലായിരുന്നു, ടെസ്റ്റുകളൊക്കെ നടത്തി. എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 3 മുഴകളും തനിയെ ചൊങ്ങിപ്പോയി. ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്, അച്ഛൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ആ ഒരു കുഴപ്പം വരത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞ കൂട്ട് തന്നെ ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉപ്പും എണ്ണയും കാശുരൂപവും ഈ 3 മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. ഇവനിപ്പോൾ 5 മാസമായി. ചോറ് കൊടുക്കേണ്ട സമയമായി. ഞങ്ങൾ അവനെ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലത നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 8:24-25 തിരുവചനങ്ങളാണ്. തൻ്റെ കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പ്രഗ്നൻസി ടൈമിൽ കുഞ്ഞിന് ലങ്സിൽ 3 മുഴയുണ്ടെന്ന് കാണുകയും പിന്നീട് ഹാർട്ട് തന്നെ ഒരു വശത്തേക്ക് തള്ളിപ്പോകുന്ന രീതിയിൽ ആ മുഴ വലുതാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചത് എന്താണെന്നും പിന്നീട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുന്നു. ഈ മകൾ തന്നെ ഉടമ്പടി എടുക്കുകയാണ്. അങ്ങനെ അച്ഛൻ സൈത്ത് ഈ മകൾക്ക് കൊടുത്ത് കുരിശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിക്കുന്നതിന് ശേഷം പിന്നീട് വന്ന മാറ്റങ്ങളാണ് ആ കുഞ്ഞ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് ഇന്ന് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഉടമ്പടി കാശുരൂപം, ആ ഉടമ്പടി കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക ക്രൈസ്തവരായ മക്കളാണ്. അവർക്ക് തങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഉൾവിളികളാണ് അമ്മയെ കൂടെ കൊണ്ടുപോകുന്നതിന് സമാനമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം
തങ്ങൾ പോകുന്നിടത്തും തങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം അമ്മയുടെ സാന്നിധ്യം തങ്ങൾക്കുണ്ടാകണം. അപ്പോൾ തൻ്റെ ലേബർ റൂമിൽ തന്നെ കയറ്റുന്നതിന് മുൻപ് തന്നെ ഈ മകള് കാശുരൂപം കൊണ്ടുപോകുന്നു, പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ ലഭിച്ചു. ഇന്ന് കുഞ്ഞുമായിട്ട് വന്ന് ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അമ്മയുടെ മാധ്യസ്ഥം എത്രമാത്രം ശക്തമാണെന്നും അമ്മ പറയുന്നത് ഈശോ ആദരിക്കും എന്നും ഉള്ള അനുഭവ സാക്ഷ്യങ്ങളാണ്. ഓരോ ദിവസവും നാം അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം എത്രയേറെ വൈകിയാലും കൃപാസനത്തിൽ സാക്ഷ്യങ്ങൾ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കും. അത് ദൈവം പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഉടമ്പടിയെടുത്ത മക്കൾ അതിനനുയോജ്യമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാനാവില്ല. ആ ഒരു അനുഭവത്തിലേക്കാണ് കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നമ്മെ തന്നെ കൊണ്ടുചെന്നെത്തിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.